ബുണ്ടസ്ലീഗയിൽ ബയർ ലെവർകൂസൻ അപരാജിത കുതിപ്പ് തുടരുകയാണ്. സ്വന്തം മൈതാനത്ത് ഹോഫൻഹൈമിനെ നേരിട്ട ലെവർകൂസൻ 88 മിനിറ്റോളം ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം അവസാനം തിരിച്ചടിച്ച് വിജയം സ്വന്തമാക്കി. ഹോഫൻഹൈമിനെതിരെ 1-2 ഗോളുകളുടെ ജയത്തോടെ ലെവർകൂസൻ അപരാജിത കുതിപ്പ് 39 മത്സരങ്ങളായി ഉയർത്തി. മത്സരത്തിൻ്റെ 33-ാം മിനിറ്റിൽ മാക്സിമിലിയൻ ബെയറിലൂടെ ഹോഫൻഹൈം ലീഡെടുത്തു. ഈ ലീഡ് ഭൂരിഭാഗം സമയവും അവർ കാത്തു സൂക്ഷിച്ചു. ഇതോടെ ലെവർകൂസൻ സീസണിൽ ആദ്യ പരാജയം ഏറ്റുവാങ്ങുമെന്ന് തോന്നിച്ചു. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത സാബി അലോൺസോയുടെ സംഘം അവസാന നിമിഷങ്ങളിൽ ഇടതടവില്ലാതെ ആക്രമണം അഴിച്ചുവിട്ടു. 88-ാം മിനിറ്റിൽ റോബർട്ട് ആൻഡ്രിച്ചിൻ്റെ ഗോളിലൂടെ സമനില. അവിടെ നിർത്തിയില്ല. ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ പാട്രിക് ഷിക്കിലൂടെ ലീഡെടുത്ത് വിജയമുറപ്പാക്കി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 68% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ച ബയർ ലെവർകൂസൻ 34 ഷോട്ടുകളാണ് മത്സരത്തിൽ തൊടുത്തത്. 11 ഷോട്ട് ഓൺ ടാർഗറ്റ്. 722 പാസുകൾ 88% കൃത്യതയോടെ ബയർ ലെവർകൂസൻ പൂർത്തിയാക്കി. എതിരാളികളാവട്ടെ 6 ഷോട്ടുകൾ മാത്രമാണ് തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ ലീഗിൽ 27 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റുമായി ബയർ ലെവർകൂസൻ ഒന്നാമത് നിൽക്കുകയാണ്. കിരീടത്തോടടുക്കുന്ന ലെവർകൂസന് 13 പോയിന്റിൻ്റെ വ്യക്തമായ ലീഡുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.